ഹലോ സ്റ്റുഡൻസ്. സോ ഇന്ന് വളരെ ചെറിയ കുറച്ച് ടോപ്പിക്കുകളാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലൈക്ക് കൾച്ചർ ബേസ്ഡ് ഡിസൈൻ, ആർക്കിടെക്ചറൽ ഡിസൈൻ തുടങ്ങിയ ചെറിയ ചെറിയ പോർഷൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് എടുക്കുന്നത്. സോ ആദ്യം നമുക്ക് കൾച്ചർ ബേസ്ഡ് ഡിസൈനെ കുറിച്ചിട്ട് നോക്കാം. എന്താണ് കൾച്ചർ ബേസ്ഡ് ഡിസൈൻ എന്നുള്ളത്? സോ ആദ്യം തന്നെ എന്താണ് കൾച്ചർ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. കൾച്ചർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സംസ്കാരം അല്ലേ? അപ്പോൾ ആ ഒരു സംസ്കാരത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ബേസിക്കലി കൾച്ചർ ബേസ്ഡ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കാം. Culture plays a major role in the field of design, and cultural design will become a key point in design evaluation in the future. അപ്പോൾ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പം ഈ കൾച്ചറും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റ് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, കാരണം കുറച്ചും കൂടെ ആളുകൾ എന്തായിരിക്കും അവരുടെ സംസ്കാരത്തിന് അനുയോജ്യമായ പ്രൊഡക്ട്സുകളായിരിക്കും കൂടുതലായിട്ടും ചൂസ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരിക്കുക. ഓക്കെ, ഡിസൈനിങ് എ പ്രോഡക്റ്റ് ബേസ്ഡ് ഓൺ കൾച്ചർ വിൽ ബിക്കം എ ഡിസൈൻ ട്രെൻഡ് വേൾഡ് വൈഡ്. അപ്പോൾ കൾച്ചർ ബേസ് ചെയ്ത് നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഒരു വേൾഡ് വൈഡിൽ ട്രെൻഡ് ആവാൻ തന്നെ സാധ്യത ഉണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഫുട്ബോൾ ജേഴ്സിയുടെ കാര്യം തന്നെ എടുക്കാം. ഓക്കെ, നമുക്ക് ഫേമസ് ആയിട്ടുള്ള വലിയ വലിയ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ ജേഴ്സിയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിന് വളരെ ഹൈ ചാൻസ് ആണ് എന്ത് വേൾഡ് വൈഡ് ആയിട്ടുള്ള മാർക്കറ്റിനെ പിടിച്ച് അടക്കാൻ സാധിക്കും എന്നുള്ളത് അല്ലേ? അത് നമ്മളിവിടെ കാണുന്നതാണ്. നമ്മൾ പോലും പല ഇഷ്ടപ്പെട്ട ഫുട്ബോൾ കളിക്കാരുടെ ജേഴ്സി ഒക്കെ പലപ്പോഴും ഇടാറുണ്ട് ഇല്ലേ? നമുക്ക് ആരാധന തോന്നുന്ന സ്പോർട്സ് പ്ലേയേഴ്സിൻ്റെ ഒക്കെ തന്നെ ഇടാറുണ്ട്. അതിപ്പോൾ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഒക്കെ തന്നെ. സോ അവിടെ നമ്മളെ മനസ്സിലുള്ള ഈ ഒരു കൾച്ചറിനെയാണ്, ഇല്ലെങ്കിൽ ആ ഒരു വികാരത്തെയാണ് അവർ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മളുടെ അടുത്തേക്ക് പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് എത്തിക്കുന്നത്. ഓക്കെ, കൾച്ചർ ഹാസ് ബീൻ കോൾഡ് ആസ് ലൈഫ് സ്റ്റൈൽ ഓഫ് ഹോൾ സൊസൈറ്റി. അപ്പം ഒരു സൊസൈറ്റീൻ്റെ ഹോൾ ലൈഫ് സ്റ്റൈലിനെയാണ് നമുക്ക് എന്ത് പറയുന്നത് കൾച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇത് ഒരൊറ്റ സിംഗിൾ ആളുകളെ ഉദ്ദേശിച്ചിട്ടല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഫ്രം ദി ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂ, കൾച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ലേയേഴ്സ് സച്ച് ആസ്. അപ്പോൾ നമുക്ക് മെയിൻലി കൾച്ചറിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ ഓർ മെറ്റീരിയൽ കൾച്ചർ ആണ് ഫസ്റ്റത്തത്. അതിൽ വരുന്നതാണ് ഫുഡ്, ഗാർമെന്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ഒബ്ജക്ട്സ് ഒക്കെ തന്നെ. അതായത് നമ്മളിപ്പം മേ ബി കൺസിഡർ ചെയ്യാം, നമ്മുടെ ഇന്ത്യയെ തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്കറിയാം പലതരം സംസ്കാരങ്ങളിലുള്ള ആളുകളൊക്കെയാണ് നിലനിൽക്കുന്നത് അല്ലേ? ഓരോ സ്ഥലങ്ങളിലും എത്രയോ ഭാഷകളും എത്രയോ സംസ്കാരങ്ങളും പല കലാരൂപങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഡൈവേഴ്സ് ആയിട്ടാണ് ഇന്ത്യൻ കൾച്ചർ കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ മെറ്റീരിയൽ കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് ഫുഡ്, അതുപോലെ തന്നെ ഗാർമെന്റ്സ് ഒക്കെ തന്നെ. അതായത് നമുക്കറിയാം ഒരു ലൊക്കേഷനിലുള്ള ഫുഡ് ആയിരിക്കില്ല നമ്മുടെ കേരളത്തിലുള്ള ഫുഡ് ആയിരിക്കില്ല മേ ബി നോർത്ത് ഇന്ത്യയിലുള്ള സംസ്കാരം വെച്ചിട്ട് അവിടെ ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഈ ഗാർമെന്റ്സും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ തന്നെ വരുന്നത്. കാരണം ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തന്നെ ചേഞ്ചസ് വരും അല്ലേ? പിന്നെയാണ് സോഷ്യൽ ഓർ ബിഹേവിയറൽ കൾച്ചർ ഇൻക്ലൂഡിങ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്കറിയാം ഓരോ സ്ഥലങ്ങളിലും പലതരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ തന്നെയാണ് നിലനിൽക്കുന്നത്. സോ ആ ഒരു കാര്യമാണ് സോഷ്യൽ ഓർ ബിഹേവിയറൽ കൾച്ചറിൽ വരുന്നത്. നെക്സ്റ്റ് ആണെന്ത് സ്പിരിച്വൽ ഓർ ഐഡിയൽ കൾച്ചർ ഇൻക്ലൂഡിങ് ആർട്ട് ആൻഡ് റിലിജിയൻ. മതപരമായിട്ടും കലാപരമായിട്ടുമുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഈ സ്പിരിച്വൽ ഓർ ഐഡിയൽ കൾച്ചറിൽ വരുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് കൾച്ചർ ബേസ്ഡ് ഡിസൈൻ എന്നുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഈ ഒരു കൾച്ചർ ബേസ്ഡ് ഡിസൈനിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് ചുറ്റും തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, എന്നാലും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. ബേസ്ഡ് ഓൺ ദി റിസൾട്ട് ആൻഡ് അനാലിസിസ് ഓഫ് കൾച്ചർ ഇൻ ഡിഫറെൻറ്റ് സോൺസ് ഓഫ് ഇന്ത്യ, ദ കൺസെപ്റ്റ് ആൻഡ് ഡിസൈൻ ഹാസ് ബീൻ ജനറേറ്റഡ് ഫോർ എനി പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. അതായത് ഓരോ സ്ഥലങ്ങളിൽ ഉള്ള കൾച്ചറും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ ജനറേറ്റ് ചെയ്യേണ്ടത്. വൺ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സച്ച് പ്രോഡക്റ്റ് ഡെവലപ്ഡ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് കൾച്ചറൽ ഡിസൈൻ ഈസ് എ ടീ ടേബിൾ. അപ്പോൾ നമുക്കൊരു ടീ ടേബിളിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു കൾച്ചർ ബേസ്ഡ് ഡിസൈൻ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത അതാണ്. ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദി കൾച്ചർ ഓഫ് ഒഡീഷ ആൻഡ് ദി പ്രോഡക്റ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം കൊണാർക്സ് വീൽ. അതായത് കൊണാർക്ക് ടെമ്പിളിലുള്ള, അതായത് കൊണാർക്ക് വീലിനെ ബേസ് ചെയ്തിട്ടാണ് അവർ എന്ത് ലോഞ്ച് ചെയ്തത് ഒരു ടീ ടേബിൾ. ഓക്കെ, നമ്മളുടെ കോമൺ ആയിട്ട് കാണുന്ന ടീ ടേബിൾ. സോ ദാറ്റ് അത് എന്ത് സംഭവിക്കുന്നു ആ ഒരു കൾച്ചർ ബേസ് ചെയ്ത് ഡിസൈൻ ചെയ്ത, അതായത് ഇതാണ് നമ്മളുടെ എന്ത് കൊണാർക്കിലുള്ള കൊണാർക്ക് വീല്, അതായത് സൺ ടെമ്പിളിലുള്ള കൊണാർക്ക് വീല്. ഓക്കെ, സോ ഈ ഒരു കൊണാർക്ക് വീലിനെ
നമ്മളൊരു ടീ ടേബിൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഇതേപോലുള്ള ഓക്കെ, അതായത് ഈ ഒരു വീല് മേലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടീ ടേബിൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒഡീഷ റീജിയണിലൊക്കെ എന്താണ് വളരെയധികം ചാൻസസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് സക്സസ് ആവാനുള്ളതും, അല്ലെങ്കിൽ കൂടുതൽ സെയിൽസ് ഉണ്ടാവാനൊക്കെ വളരെയധികം സാധ്യതയാണ് വരുന്നത്. കാരണം എന്താണ്, അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇപ്പം നമ്മളുടെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളീയ തനിമ നിറഞ്ഞ പ്രൊഡക്ട്സുകളൊക്കെ എന്താണ് നമുക്ക് കൂടുതൽ മേടിക്കാൻ സാധ്യത കൂടും അല്ലേ. സോ ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്തത്, അവരൊരു സൺ ടെമ്പിളിലുള്ള കൊണാർക്ക് വീലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീ ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു കൾച്ചറൽ ഡിസൈൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് എന്താണ് നമ്മുടെ കേരളത്തിനെ ബേസ് ചെയ്തിട്ടും ഇതുപോലുള്ള കുറേ കൾച്ചറൽ ഫാക്റ്റുകളുണ്ട്. സോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓൾ റൈറ്റ്, ഇനി നമുക്ക് നോക്കേണ്ടത് ആർക്കിടെക്ചറൽ ഡിസൈനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിംഗ് ആർക്കിടെക്ചർ ഒക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ അതിലുപരി മറ്റു പല ആർക്കിടെക്ചേഴ്സും ഉണ്ട്. സോ ഇനി നമുക്ക് നോക്കാം എന്താണ് ആർക്കിടെക്ചറൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കിടെക്ചർ plays a major role in the development of product, especially during its design phase. There is a separate branch of study related to this, which is called product architecture. സോ നമ്മളിവിടെ മെയിൻലി നോക്കുന്നത് എന്താണ്, പ്രൊഡക്റ്റ് ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് ആർക്കിടെക്ചർ നോക്കാം. പ്രൊഡക്റ്റ് ആർക്കിടെക്ചർ ഈസ് ദി അറേഞ്ച്മെന്റ് ബൈ വിച്ച് ദ ഫങ്ഷണൽ കോമ്പണൻസ് ഓഫ് എ പ്രോഡക്റ്റ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ഫിസിക്കൽ പീസസ് ആൻഡ് ഹൗ ദേ ആർ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരുപാട് കോമ്പണൻസ് ഉണ്ടാകും അല്ലേ. സോ ഈ പലതരം കോമ്പണൻസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് തുടങ്ങിയൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് ആർക്കിടെക്ചറിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഒരു ബിൽഡിംഗ് ആർക്കിടെക്ചറിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചറൽ ഡിസൈൻ ബ്രിങ്സ് മോർ ടു എ ബിൽഡിംഗ് ജസ്റ്റ് ആസ്തറ്റിക്സ്. അതായത് ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ബിൽഡിങ്ങിന് കേവലം ഒരു ഭംഗി കൊടുക്കുന്നതിന് പുറമെ അതിലുപരി ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി അതിനൊരു വാല്യൂ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ കൊണ്ട് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻസിൽ. ഓക്കെ, ദിസ് പ്ലേസ് എ മേജർ റോൾ ഇൻ ആഡിങ് വാല്യൂ വിച്ച് ടേൺസ് എ ബിൽഡിംഗ് ഓർ ഒബ്ജക്റ്റ് ഇൻ ടു വാല്യുബിൾ തിങ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആസ്തറ്റിക് ലുക്സിന് പുറമെ എന്താണ് അതൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു മൂല്യം അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊരു നെക്സ്റ്റ് സ്ലൈഡിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ഫോർ ദ ടൈം ബി നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കാം. ആർക്കിടെക്ചർ ഓൾസോ ഹാസ് ഇൻറ്റൻസ് അസോസിയേഷൻ ഫോർ ഹൗ ദ പ്രോഡക്റ്റ് ഈസ് ഡിസൈൻഡ്, മാനുഫാക്ചർഡ്, റീറ്റെയിൽഡ്, യൂട്ടിലൈസ്ഡ്, മെയിൻറ്റെയിൻഡ്, റീയൂസ്ഡ്. അപ്പം ഈ ആർക്കിടെക്ചർ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ആ പ്രോഡക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, മാനുഫാക്ചർ ചെയ്യാം, റീറ്റെയിൽ ചെയ്യാം, അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം, റീയൂസ് ചെയ്യാം തുടങ്ങിയവയൊക്കെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ആർക്കിടെക്ചറിൽ വരുന്ന കാര്യം ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആർക്കിടെക്ചർ മേക്സ് ഇറ്റ്സ് എഫക്ട് ഫെൽറ്റ് പെർട്ടിക്കുലർലി ഡ്യൂറിങ് ദി അസംബ്ലി സ്റ്റേജ്. അപ്പോൾ ഈ ഒരു അസംബ്ലി സ്റ്റേജിലാണ് നമുക്ക് ശരിക്കും ആർക്കിടെക്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. സോ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് ഈ ഒരു സ്ലൈഡിൽ പ്രൊഡക്റ്റ് ആർക്കിടെക്ചറും അതുപോലെ തന്നെ ബിൽഡിംഗ് ആർക്കിടെക്ചറും ആയിരുന്നു അല്ലേ. എന്നാൽ ഇതിലുപരി മറ്റ് പലതരം ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, അങ്ങനെ ഒരുപാട് മേഖലയിൽ ഈ പറഞ്ഞ ആർക്കിടെക്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് കോമൺ ആയിട്ട് റെഗുലറായിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത് ഈ രണ്ട് കാര്യങ്ങളിലാണെന്നുള്ളത് മാത്രം അറിഞ്ഞിരിക്കുക. ഇനി നമുക്കൊരു എക്സാമ്പിളിലേക്ക് നോക്കാം, ഒരു ബിൽഡിംഗ് ആർക്കിടെക്ചറിൻ്റെ എക്സാമ്പിളിലേക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങൾ കാണുന്നതാണ് ആർക്കിടെക്ചറൽ ബിൽഡിംഗ് ഡിസൈനിന് ഒരു എക്സാമ്പിൾ. ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കൊച്ചിയിലുള്ള വി ഗാർഡിൻ്റെ ഒരു ഹെഡ് ഓഫീസാണ്. ഓൾ റൈറ്റ്, സോ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഓൾ ആർക്കിടെക്ചർ ഡിസൈൻ ആർ സസ്റ്റൈനബിൾ ഇൻ ക്യാരക്ടർ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ആർക്കിടെക്ചറൽ ഡിസൈനും എന്താണ്, സസ്റ്റൈനബിൾ ആണ്. സസ്റ്റൈനബിൾ ഇൻ ദ സെൻസ് എൻവിറോൺമെൻറ്റിൽ ഹാംഫുൾ ഒന്നും അല്ലാത്ത, നമ്മളുടെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഒന്നും അധികം യൂട്ടിലൈസ് ചെയ്യാത്ത രീതിയിലുള്ള ഓരോ ഡിസൈനെയാണ് സസ്റ്റൈനബിൾ ഡിസൈൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ ഡിസൈൻസ് ആർ: ഫസ്റ്റ് വൺ, ടു സെലക്ട് ക്ലൈമറ്റ് ആൻഡ് നാച്ചുറൽ എനർജി സോഴ്സസ്, ടു സെലക്ട് റീസൈക്ലബിൾ മെറ്റീരിയൽസ് ആൻഡ് ടു സേവ് ആൻഡ് കൺസർവ് എനർജി. അപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആർക്കിടെക്ചർ ഡിസൈനിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് വരുന്നതാണ് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, നേച്ചറിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ്, അതുപോലെ തന്നെ
വിൻഡ് സർക്കുലേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് എന്താണ് ആർട്ടിഫിഷ്യലി വെക്കേണ്ടി വരുന്ന പവർ യൂസ് അല്ലെങ്കിൽ പവർ ജനറേഷൻ അല്ലെങ്കിൽ പവർ കൺസംഷൻ നമുക്ക് എന്താണ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം നമുക്ക് നാച്ചുറൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. നെക്സ്റ്റ് ആണ് ടു സെലക്ട് റീസൈക്ലബിൾ മെറ്റീരിയൽസ്. അതായത് നമ്മൾ കഴിയുന്നത് എന്ത് ചെയ്യുക, റീസൈക്ലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ പ്ലാസ്റ്റിക് പോലെ വൺ ടൈം യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ് അതൊരിക്കലും സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല ഈ വൺ ടൈം യൂസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം തന്നെ. കാരണം എന്താണ് അത് വേസ്റ്റ് ആയിട്ട് അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുക. സോ കഴിയുന്നതും എന്താണ് റീസൈക്ലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊന്നാണ് ടു സേവ് ആൻഡ് കൺസർവ് എനർജി. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു നാച്ചറിന് കിട്ടുന്ന റിസോഴ്സ് വെച്ചിട്ട് ലൈറ്റിനെയും അതുപോലെ തന്നെ എയർ സർക്കുലേഷനും ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ് രാത്രിയും നമുക്ക് പല ഫേസുകളിലൂടെ കടന്നു പോകേണ്ടി വരും. സോ അത്തരത്തിലുള്ള സമയങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എനർജിയെ കൺസർവ് ചെയ്ത് നിലനിർത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോസ് എ സസ്റ്റൈനബിൾ ബിൽഡിംഗ് അറ്റ് കൊച്ചി ഇൻ കേരള built purely based on the concept of discussed here. It is a 12-storied building which the company V-Guard Private Limited claims as an environment friendly wonder. Okay, the building utilizes energy efficient sources principally for electricity with supreme importance given to power conservation. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റൂഫ് ടോപ്പിലേക്ക് ഒരുപാട് സോളാർ പാനലുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ട ആവശ്യത്തിനുള്ള പവർ ജനറേഷൻ ഇത് സെൽഫായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് മാത്രമാണ് എക്സ്ട്രാ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നത്. മാത്രമല്ല ഇവരുടെ ഇവിടേക്ക് വേണ്ട വാട്ടർ സപ്ലൈ ഒക്കെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെയാണ് സാധ്യമാക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചർ പാക്കഡ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന V-Guardന്റെ ഹെഡ് ഓഫീസിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മോട്ടീവ്സ് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതാണ്. സോ ആദ്യം എന്താണ് മോട്ടീവ്സ് എന്നുള്ളത് നോക്കാം. മോട്ടീവ്സ് മേ ബി ഡിഫൈൻഡ് ആസ് എ ലോഗോ, പാറ്റേൺ, തീം, ഡിസൈൻ ഓർ ഷേപ്പ്. അതായത് നമുക്ക് മോട്ടീവ്സ് പറഞ്ഞാൽ ബേസിക്കലി ഒരു പാറ്റേണോ അല്ലെങ്കിൽ ഒരു ലോഗോയോ തീമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ, ഇതിനാണ് നമ്മൾ മോട്ടീവ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒന്നെങ്കിൽ എന്തായിരിക്കും, ഒരു ലോഗോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തീം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഡിസൈൻ ആയിരിക്കാം. സോ ഇങ്ങനെയുള്ള ഈ ഒരു അറേഞ്ച്മെൻറ്റിനാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോട്ടീവ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ആൻ ഇമേജ്. അപ്പോൾ ഇത് പലപ്പോഴും ഒരു ഇമേജിൻ്റെ പാർട്ടായിരിക്കും. ഓക്കെ, എ മോട്ടീവ് may be repeated in pattern or design, often many times, or may just occur once in a work. അപ്പോൾ ഒന്നുകിൽ ഈ മോട്ടീവ്സ് എന്തായിരിക്കും, ഒരു സീരീസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട് പല പ്രൊഡക്ട്സിൻ്റെ മേലെയും. എവിടേക്കാണ് നിങ്ങൾ ഇതുപോലുള്ള മോട്ടീവ്സ് കാണാറുള്ളത്? നമ്മളുടെ ഡ്രസ്സുകളൊക്കെ തന്നെ അല്ലേ, എസ്പെഷ്യലി ലേഡീസിൻ്റെ ഒക്കെ ഡ്രസ്സ് മെറ്റീരിയൽസിലൊക്കെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് മോട്ടീവ്സ് കാണാറുണ്ട്. ഡ്രസ് മെറ്റീരിയൽസ് മാത്രമല്ല, ബിൽഡിങ്സിൽ അതുപോലെ തന്നെ പല പ്രോഡക്ട്സിലും ഒക്കെ തന്നെ ഇതുപോലുള്ള എന്താണ് മോട്ടീവ്സിനെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഡെയിലി ലൈഫിൽ അല്ലേ. മോട്ടീവ്സ് ഓൾസോ ഫോം ഓർണമെന്റൽ ഓർ ഡെക്കറേറ്റീവ് ആർട്ട്. അപ്പം ഇത് ഓർണമെന്റൽ ആയിട്ടും ഡെക്കറേറ്റീവ് ആയിട്ടും ഒക്കെ തന്നെ എന്താണ് മോട്ടീവ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഓർണമെന്റ്സിലൊക്കെ തന്നെ പല ഡിസൈൻസിലും എന്താണ് ഈ ഒരു മോട്ടീവ്സ് നിന്നാണ് ഡിറൈവ് ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. മെനി ഡിസൈൻസ് ഇൻ മോസ്ക്, ടെമ്പിൾസ്, churches, historic monuments, etc. are motifs with figures of sun, moon, animals, flowers, etc. ഇനി നമുക്കറിയാം റിലീജിയസ് ആയിട്ടുള്ള പല ബിൽഡിങ്സിലും എന്താണ് ഈ പറഞ്ഞ മോട്ടീവ്സ് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. കുത്തബ് മിനാറിൻ്റെ മേലെയുള്ള ഈ മോട്ടീവ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ടെമ്പിൾസ് ആയാലും മോസ്ക് ആണെങ്കിലും എല്ലായിടത്തിലും തന്നെ എന്താണ് ഇതുപോലുള്ള ഒരുപാട് മോട്ടീവ്സിനെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, മോട്ടീവ്സ് എന്താണെന്നുള്ളത്. ഓൾറൈറ്റ്, സോ ഇത്രയുമാണ് നമ്മളിന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.